ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 10-11 വാക്യങ്ങൾ. മത്തായി 15-10-11 വാക്യങ്ങൾ. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, കേട്ട് ഗ്രഹിച്ചുകൊള്ളുവിൻ. മനുഷ്യനെ അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ. അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അകത്തേക്ക് ചെല്ലുന്നതൊന്നും മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ലെന്ന് കർത്താവ് പരീശന്മാരോടും യഹൂദന്മാരോടും ശാസ്ത്രിമാരോടുമൊക്കെ പറയുന്നു. അതായത് അകത്ത് നിന്നും അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നും വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ആചാരങ്ങളും സമ്പ്രദായങ്ങളും പ്രമാണങ്ങളും ആക്ഷരികമായി പാലിച്ചാൽ ശുദ്ധിമാന്മാരായി അല്ലെങ്കിൽ വിശുദ്ധന്മാരായി ജീവിക്കാം എന്ന പരീശ കാഴ്ചപ്പാടിനെ കർത്താവ് ഒന്ന് മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു. അതുവരെ നിലനിന്ന മതത്തിൻ്റെ സദാചാര വ്യാഖ്യാനങ്ങളെ കർത്താവായ യേശു ക്രിസ്തു ഒന്ന് പൊളിച്ചെഴുതാൻ ശ്രമിക്കുകയാണ്. ആരാണ് അശുദ്ധനെന്നും ആരാണ് ശുദ്ധനെന്നും സർട്ടിഫിക്കറ്റ് നൽകി വ്യാഖ്യാനിക്കുന്ന സദൂക്യപക്ഷക്കാരായ പുരോഹിതന്മാരും മറ്റ് പരീശന്മാരും ശാസ്ത്രിമാരും മാനുഷിക നന്മകളേക്കാൾ കൂടുതൽ ആചാരാനുഷ്ഠാനങ്ങളാൽ ബന്ധിതരായ അവരുടെ ഹൃദയകാഠിന്യത്തെ കർത്താവ് വിമർശിക്കുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ മതബോധനങ്ങളിലും മതബോധങ്ങളിലും ഇത്തരത്തിലുള്ള ചില കീഴ്വഴക്കങ്ങളുണ്ട്. ചില ശുദ്ധ അശുദ്ധ നിയമങ്ങൾ നമ്മൾ തന്നെ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഈ നിയമങ്ങൾക്കുള്ളിലുള്ളവരെ ശുദ്ധരെന്നും അതിന് പുറത്തുള്ളവരെ അശുദ്ധരെന്നും ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയും നിലനിൽക്കുന്നു. അത് മതത്തിലും സമൂഹത്തിലും ഒക്കെ ഉണ്ട്. കർത്താവ് അതിനെതിരെയാണ് ശബ്ദിക്കുന്നത്. മാലിന്യത്തിൻ്റെ യഥാർത്ഥ ഉറവ ഇവിടെ കാണാൻ കഴിയും. മത്തായി 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കാണുന്നത് പോലെ ഹൃദയം ബുദ്ധിയുടെയും വികാരങ്ങളുടെയും ഒക്കെ സങ്കരമാണ്, അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രമാണ്. അത് മനുഷ്യ സ്വഭാവത്തെ രൂപപ്പെടുത്തുകയും ഭരിക്കുകയും ഒക്കെ ചെയ്യും. അതിൽ ദോഷവുമുണ്ട്, ഗുണവുമുണ്ട്. ദോഷവിചാരങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ ഹൃദയത്തിൻ്റെ ചിന്തനകളിൽ നിന്നൊക്കെ വരുന്നു. അത് ആരാഞ്ഞറിയാനും നന്നാക്കാനും ഒക്കെ വളരെ പ്രയാസമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ മനുഷ്യ ഹൃദയം എങ്ങനെയാണ് നന്നാക്കേണ്ടതെന്ന് പറയുന്നു. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം മറ്റൊരുത്തനെ കാണുന്ന ഒന്ന് സദൃശ്യവാക്യത്തിൽ 27-ാം അധ്യായത്തിലുണ്ട്. അതുകൊണ്ട് മനുഷ്യന് പുതിയ ഹൃദയം ആവശ്യമാണ്. മാലിന്യമുക്തമായിരിക്കുന്ന ഒരു പുതിയ ഹൃദയം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിനാൽ പുതുക്കുന്ന ഹൃദയമാണ്. അതായത് പഴയത് കല്ലായ ഹൃദയമാണ്, പുതിയ ഹൃദയം മാംസമായതാണ്. തിരുവചനം പഴയതിനെ മുറിക്കുകയും പുതിയതിനെ അവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിശ്വാസത്താൽ ശുദ്ധമാക്കപ്പെടുന്ന ഹൃദയത്തിൻ്റെ ഉടമകളാകണമെന്നാണ് കർത്താവ് പറയുന്നത്. കേവലം ആചാരങ്ങളാൽ ബന്ധിതമായിരിക്കുന്ന വിശ്വാസത്തിനപ്പുറമായി മാനുഷിക ഹൃദയങ്ങൾ ശുദ്ധമാകണം. ഉള്ളിലേക്ക് പോകുന്നതാണ് അശുദ്ധമെന്ന് പറയുന്ന ആളുകളോട് നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്നതാണ് നിങ്ങളെ അശുദ്ധരാക്കുന്നതെന്ന് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ളം ശുദ്ധമാകണം.
ഹൃദയത്തിൻ്റെ നിരൂപണമാണ് നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നത്. അതായത് ഒരു പ്രതിസന്ധിയുടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് ഒരു മനുഷ്യൻ്റെ ആളത്വത്തെ നമുക്ക് അളക്കാൻ സാധിക്കുന്നത്. നാവിൽ നിന്നും വരുന്ന വാക്കുകളും പ്രതികരണങ്ങളും ആളത്വത്തിൻ്റെ ശുദ്ധിയെയും അശുദ്ധിയെയും നിർണ്ണയിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് നീ ശുദ്ധനാണോ അശുദ്ധനാണോ എന്ന് നിർണ്ണയിക്കേണ്ടത്. നിന്റെ ഉള്ളിലേക്ക് പോകുന്നത് എന്തുമാകാം, അതല്ല നിന്നെ അശുദ്ധനാക്കുന്നത്, പുറത്തേക്ക് വരുന്നതാണ്. ഇതൊരു വലിയ വിചാരമാണ്. കർത്താവ് ആചാരാനുഷ്ഠാനങ്ങളാൽ ബന്ധിക്കപ്പെട്ട യഹൂദ സമൂഹത്തിനൊരു പുതിയ വിശുദ്ധിയുടെ തുറവി കാണിച്ചു നൽകുമ്പോൾ ഇന്ന് ജീവിക്കുന്ന നമുക്കും ഇത് വളരെ സംഗതമാണ്. നമുക്ക് ആരെയും അശുദ്ധനെന്ന് നിർവചിക്കാൻ കഴിയില്ല. അത് കാണേണ്ടത് ദൈവമാണ് അതിനെ സർട്ടിഫൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഉള്ള് ശുദ്ധമാക്കാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കാൻ, ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളും ചിന്തകളും അത് ദൈവഹിതമായിരിക്കാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ചര്യകളിലും ദൈവം തമ്പുരാൻ്റെ കരുണ കൂടെ ഇരിക്കണമേ. ഹൃദയശുദ്ധിയോടെ മറ്റുള്ളവരോട് സംസാരിപ്പാനും പ്രവർത്തിപ്പാനും ആഗ്രഹിപ്പാനും ഒക്കെ ഞങ്ങളെ ഇടയാക്കണം. മാനുഷികമായ കുറവുകൾ, മലിനതകൾ ഞങ്ങൾ നീക്കിക്കളയണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും വിശുദ്ധിയും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.